നിങ്ങൾ മലപ്പുറം കത്തി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇവിടെയുണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം, റാംപൂർ ചാക്കു അഥവാ റാംപൂർ കത്തി എന്നർത്ഥം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ റാംപൂർ ജില്ലയിലാണ്. 75 ജില്ലയുള്ള ഉത്തർപ്രദേശ് വലിപ്പത്തിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളതും ഇവിടെയാണ്. 2024-25 കണക്ക് പ്രകാരം 240 മില്യൺ ആളുകളുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. 18ാം നൂറ്റാണ്ടിനാണ് റാംപൂരിന്റെ കഥ ആരംഭിക്കുന്നത്. റാംപൂരിന്റെ ആദ്യത്തെ നാമം കട്ട്ഹർ എന്നായിരുന്നു. പിന്നീട് വന്ന ആളുകളാണ് റാംപൂർ എന്ന നാമം സ്വീകരിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് റാംപൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു. രാജാവ് നവാബ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് ഒരുപാട് നവാബുമാർ വന്നതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ്. ഇന്ത്യ രാജ്യത്ത് കത്തിയും കടാരയും തിളങ്ങിയിരുന്ന ഒരു കാലം, നാട്ടുരാജാക്കന്മാർ ഉണ്ടായിരുന്ന ഒരു കാലം. ഏതൊരു കാര്യവും രാജാക്കന്മാർക്ക് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തവും മുന്തിയതും ആയിരിക്കണം എന്നുള്ള ഒരു നാട്ടുനടപ്പുണ്ടല്ലോ, ആ ചരിത്രം ഇവിടെയും ആവർത്തിക്കുന്നു. അതായിരുന്നു റാംപൂർ കത്തികളുടെ ആരംഭം. സാധാരണ കത്തികളിൽ നിന്ന് വ്യത്യസ്തവും മുന്തിയതുമായ ഒരു ഇനം കത്തിയായിരുന്നു റാംപൂർ കത്തികൾ. 1800കളിൽ നവാബുമാർക്ക് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന മുന്തിയ ഇനം കത്തിയായിരുന്നു റാംപൂർ കത്തികൾ. കൈകൾ കൊണ്ട് നിർമ്മിച്ചതും ഉയർന്ന നിലവാരവും ഉള്ളത് കൊണ്ട് തന്നെ അത് നവാബുമാർക്ക് പ്രിയപ്പെട്ടതായി. റാംപൂർ കത്തിയുടെ മൂർച്ചയും അതിന്റെ മനോഹരമായ രൂപകൽപ്പനയും പതിയെ പതിയെ പ്രശസ്തി ആർജിച്ചു. വൈകാതെ ജനപ്രീതി പിടിച്ചുപറ്റുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് കൊളോണിയൻ കാലഘട്ടത്തിൽ സ്വയം പ്രതിരോധത്തിനായി സാധാരണക്കാരും ഉപയോഗിച്ചു തുടങ്ങി. കേരളത്തിലെ മലപ്പുറം കത്തിയെ പോലെ സ്വയരക്ഷയ്ക്ക് വേണ്ടി കത്തികൾ അരയിൽ വെച്ച് സൂക്ഷിച്ചു നടക്കാൻ തുടങ്ങി. കാലക്രമേണ കത്തികൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമായി. മാത്രമല്ല യോദ്ധാക്കൾക്കിടയിൽ അവരുടെ ധൈര്യം, ധീരത, ബഹുമാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമായി മാറുകയും ചെയ്തു. വൈകാതെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളും വിട്ടുകടന്ന് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും റാംപൂർ കത്തികൾ പ്രശസ്തി ആർജിച്ചു. എന്നാൽ പിൽക്കാലത്ത് കഥകളെല്ലാം മാറിമറിയുകയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഇന്ത്യൻ സിനിമയായ ബോളിവുഡിലേക്ക് റാംപൂർ കത്തികൾ കടന്നു വരുന്നത്. 1960 കാലഘട്ടങ്ങളിൽ ഹിന്ദി സിനിമകളിൽ വില്ലന്മാർ ഉപയോഗിച്ചതോടുകൂടി കത്തി വ്യാപകമായി പൊതു അംഗീകാരം നേടി. പ്രായപരിധിയില്ലാതെ പലരും അത് ഉപയോഗിച്ചു തുടങ്ങി. കുതിച്ചുയർന്ന റാംപൂർ കത്തികൾക്ക് പ്രതികൂല സാഹചര്യമായിരുന്നു പിന്നീട്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കത്തികൾ പതിയെ പതിയെ അതൊരു ഫാഷനായി മാറി. തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ അനുകരിക്കലോടുകൂടി പലയിടത്തു നിന്നും പ്രതികൂലമായിരുന്നു. കത്തികളുടെ അമിതമായ ഉപയോഗം പല അപകടങ്ങളിലേക്കും എത്തിച്ചു. കേസുകളും കോടതികളും പ്രതിഷേധങ്ങളും ഉയർന്നു തുടങ്ങി. അങ്ങനെ റാംപൂർ കത്തികൾ നമ്മുടെ നാട്ടിലെ എസ് കത്തികളെ പോലെ തന്നെ അപകടകരമായ ആയുധമെന്ന് പ്രതിച്ഛായ സ്വീകരിക്കുകയായിരുന്നു. ഇന്ന് റാംപൂർ കത്തികളുടെ ഓർമ്മക്കായി റാംപൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു സ്മാരകവും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നീളമുള്ള ബ്ലേഡുകൾക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ പരമ്പരാഗത റാംപൂരി കത്തികൾ വളരെ കുറവാണ്. എന്നാലും റാംപൂരി കത്തികളുടെ പാരമ്പര്യം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.